ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ കുഞ്ഞിനുമുത്തിനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഒരു സൈഡ് വലിവേ എന്നെ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അങ്ങോട്ടേക്ക് നടക്കാൻ ശ്രമിക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീപ്പ് അവിടെ ഇരിക്കായിരുന്നു കേട്ടോ. ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ആ കാണിച്ചതൊക്കെ. പിന്നെ അത് ആഗ്രഹം കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അപ്പം തമ്പുരു പറഞ്ഞു എന്നാൽ കുറച്ച് സമയം ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ ജീപ്പ് കൊണ്ട് ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ ഓടിപ്പോകുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് നടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ അടിവെച്ച് പോകുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞിനുമുത്തിന് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, വാട്സപ്പിലും വരാറുണ്ട്. അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ തന്നെയാണ് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഫിസിയോതെറാപ്പിയൊക്കെ അറിയാം, ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാനിങ്ങനെ നടന്ന് ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞിനുമുത്തിന് കാലിനും കൈക്കൊന്നും അങ്ങനെ വലിയ ടൈറ്റ്നെസ്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മൾ കുഞ്ഞുകാലത്ത് കൊടുത്തേക്കുന്ന ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഗുണവും പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന ആ കാര്യങ്ങളും കൊണ്ടും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പുറത്തു പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്താലും നമ്മുടെ മക്കൾക്ക് മാറ്റങ്ങളൊക്കെ വരും. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള. പിന്നെ പുതിയ ആളുകൾ വരുമ്പോൾ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ട വന്നത്. നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. നല്ല രസമില്ലേ നമ്മുടെ റോഡ് കാണാൻ വേണ്ടി. ഇവിടുന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മതി നമ്മുടെ കുഞ്ഞിനുമുത്തിൻ്റെ വീട്ടിലേക്ക്. കുഞ്ഞിനൊക്കെയാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിലൂടെ വണ്ടിയൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ വന്നെന്ന് വിചാരിക്കും. പിന്നെ ചില ദിവസം എനിക്ക് പറ്റാറില്ലേ. പിന്നെ പറ്റണ ദിവസമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി പോരും കേട്ടോ. പൻവിക്കുട്ടിയാണ് വഴിയിൽ നിന്ന് ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ച് ചെവിയിൽ വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നേ.